സ്വന്തമായിട്ട് ഞങ്ങളെ നാടിന് വേണ്ടി ഞങ്ങൾ ഇറങ്ങിയതാണ്. ഞങ്ങളെക്കൊണ്ട് ഇതാണ് പറ്റുള്ളൂ. അപ്പം ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനും എൻ്റെ നാത്തൂനാണ്, ഏട്ടൻ്റെ ഭാര്യയാണ്, അല്ല ഏട്ടൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയത്തിയാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് ആദ്യം ഇറങ്ങിയത്. ഇപ്പോൾ ഇന്ന് കുറച്ച് പേരും കൂടി നമ്മളെ കൂടെ കൂടിയിട്ടുണ്ട്. അന്ന് സംഭവിച്ചു പറഞ്ഞാൽ നമുക്ക് ഒരാഴ്ചയായിട്ട് നല്ല കാറ്റുണ്ടായിരുന്നു. ഇവിടെ ഭയങ്കര കാറ്റായിരുന്നു. കാറ്റ് ഒരു ചെരിഞ്ഞ ടൈപ്പ് മഴയായിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ആ ഞായറാഴ്ച 28-ാം തീയതി നമുക്കൊരു എന്താ പറയുക, പിന്നെ നല്ലൊരു വെയിൽ കിട്ടി. ഇതുപോലൊരു ചോർച്ച നമുക്ക് കിട്ടിയിട്ടുണ്ടായി. വൈകുന്നേരം തുടങ്ങിയ മഴ ഇത് പൊട്ടിക്കഴിഞ്ഞിട്ട് നിന്നിട്ടില്ല. ഭയാനകമായ മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ഇരുണ്ട സൈസ് ഒരു മേഘസ്ഫോടനത്തിലുണ്ടാണ്. നമുക്കത് അനുഭവം ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു ടൈപ്പ് മഴയായിരുന്നു. വേറെ കാറ്റോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ പ്രാദേശിക ലീവ് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള രീതിയിൽ നമ്മളെല്ലാവരെയും കോണ്ടാക്ട് ചെയ്തിട്ട് മാറാൻ വേണ്ടിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അധികാരപ്പെട്ട അവരെ ഭാഗത്തു നിന്നൊന്നും നിർബന്ധമായിട്ട് മാറണമെന്നോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഒരു ചെറിയൊരു പൊട്ടുണ്ടായിരുന്നു ശനിയാഴ്ച. ആ പൊട്ട് പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ വണ്ടി ആൾക്കാർ വന്നു. അത് അപ്പം തന്നെ അവർ തിരിച്ചു പോവുകയും ചെയ്തു. അതിനെക്കുറിച്ച് പിന്നെ ഒരു ഇതൊന്നും ഉണ്ടായില്ല. പിന്നെ നമ്മൾ ഈ സംഭവം നടന്ന ഫസ്റ്റത്തെ പൊട്ട് 1:30 മുതൽ ഈ നിമിഷം വരെ ഞങ്ങൾ ഈ ഒരു സംഭവ സ്ഥലത്താണുള്ളത്. അപ്പോൾ ഞങ്ങൾ ഓടി വരുമ്പോൾ കാണുന്നത് എന്താ വെച്ചാൽ ടൗണ് മൊത്തവും പോയി കിടക്കുകയാണ്. അവിടുന്ന് ഇവിടുന്ന് ഭയങ്കര കരച്ചിലും ഇതെല്ലാമാണ് നമ്മൾ കേൾക്കുന്നത്. വന്നു കഴിഞ്ഞപ്പോൾ കാലം അങ്ങനെ ചളിയിലേക്ക് ഞങ്ങളതൊക്കെ പോകുന്നുണ്ട്. ഞങ്ങളിവിടെ പ്രാദേശിക തലത്തിലുള്ള എല്ലാവരും എത്തിപ്പെടാൻ പറ്റിയ എല്ലാ ആൾക്കാരും ആ ടൈമിന് ഇവിടെ എത്തിയിട്ടുണ്ട്. രാത്രി ഇരുട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ പരസ്പരം കാണൂല. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഫോണിൽ ചാർജ് ഇല്ല നമുക്ക്. അങ്ങനെ ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ചളിയിൽ മുങ്ങിയിട്ടാണ്. പിന്നെ ഒരു ശരീക്കത്ത് എന്ന് പറഞ്ഞൊരു താത്തണ്ട്, അവരെ ഫാമിലീനെയാണ് ഞാൻ ഫസ്റ്റ് കാണുന്നത്. അപ്പോൾ അവരിങ്ങോട്ടേക്ക് നടന്നു. അതിൻ്റെ പുറകിൽ പിന്നെ ഷെമീന, പിന്നെ സുമയ്യ, അങ്ങനെ പറയുന്ന എല്ലാ ആൾക്കാരും ചളിയിൽ മുങ്ങിന്നിട്ട് സബി എന്ന് പറഞ്ഞിട്ട് വിളിച്ച് കരയുന്ന രംഗമാണ്. എനിക്കത് ഒന്നും ആലോചിക്കാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞ് ഞങ്ങളെ വേണ്ടപ്പെട്ടവരൊക്കെ ഉണ്ടായിരുന്നു. അവരുണ്ടോ ഇവരുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളൊന്നും നോക്കിയില്ല. ഞങ്ങളങ്ങ് പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ 6 മാസം പോലും ഒരു കുട്ടീനെയാണ് എൻ്റെ കയ്യിൽ കൊടുന്നു തരുന്നത്. അപ്പം നോക്കുമ്പോൾ എൻ്റെ ഉറ്റ സുഹൃത്ത് നികിത എന്ന് പറഞ്ഞോളെ കുട്ടിയാണ്. അപ്പോൾ കുട്ടി കണ്ണടച്ചിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഞാൻ വേഗം ഇച്ചിരി വെള്ളമാക്കിയിട്ട് മുഖത്താക്കിയപ്പോൾ കുട്ടി കണ്ണ് തുറന്നപ്പോൾ എനിക്ക് സമാധാനമായി. അപ്പോൾ അവളെ പിന്നെ ഭർത്താവിൻ്റെ ഏട്ടൻ കരഞ്ഞുകൊണ്ട് ഓടുന്നുണ്ട്. അവരെ അച്ഛൻ സുഖമില്ലാതെ കിടക്കുകയാണ്, അമ്മയ്ക്ക് സുഖമില്ല, എൻ്റെ ആൾക്കാരൊക്കെ എവിടെയാണ് കാണുന്നില്ല എന്നും പറഞ്ഞിട്ട് ഓടുന്നുണ്ട്. ഞങ്ങൾ സാറില്ല നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞപ്പോഴാണ് കുട്ടീനെ തന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നജീബ്ക്ക എന്ന് പറഞ്ഞവർ പിന്നെ ഈ നികിതേനെയും മോളെയും കൊണ്ട് വരുന്നത്. പിന്നെ ഈ ചളിയിൽ നിന്നാണ് പിന്നെ അവളെ ഹസ്ബൻഡ് മനോജിനെയും പിന്നെ ഒക്കെ കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് കയറി വരുന്നത്. അവരെല്ലാവരും രക്ഷപ്പെട്ട് അച്ഛനും അമ്മയും പോയി. അതുപോലെ പിന്നെ എൻ്റെ ചെറുപ്പകാലം മുതൽ തന്നെ ഈ ചൂരമല ഞങ്ങളെ രക്ഷിതാക്കളൊക്കെ തേയില നുള്ളുന്ന ആൾക്കാരാണ്. അന്നൊന്നും നമുക്കൊന്നും ഒരു ഫീസ് തരാനോ ഒരു മിഠായി മേടിക്കാനോ ഒന്നും ഞങ്ങൾക്ക് ആവതില്ല. അപ്പോൾ ഒരു ചാന്തണ്ണൻ എന്ന് പറഞ്ഞൊരു പിന്നെ അത്തുണ്ട് ഇവിടെ, വിളിച്ചിട്ട് അന്നു മുതലേ നമുക്ക് പിന്നെ വിളിച്ച് മിഠായി തരുന്ന അവർ ഈ ഞായറാഴ്ച വരെ, മരിക്കുന്ന ഞായറാഴ്ച വരെ എന്നെ വിളിച്ചിട്ട് എനിക്ക് തന്നത്. അവരൊന്നുമില്ല, അവരൊക്കെ പോയി. അവരെ മോളെ കുട്ടീനെ ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ള അറിവാണുള്ളത്. അവർ പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇതിലുള്ള കുറച്ച് ആൾക്കാരും കൊണ്ട് വീട്ടിൽ പോയി അവരൊക്കെ കുളിപ്പിച്ച് അവർക്കൊരു ഗ്ലാസ് വെള്ളം കൊടുക്കുമ്പോഴത്തേനാണ് അടുത്ത പൊട്ടിൻ്റെ ഭയാനകമായ പൊട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് കയറാൻ ഞങ്ങൾ വിട്ടിട്ടില്ല. ഈ ഭാഗത്തേക്ക് ഞങ്ങളെയൊന്നും വിടുന്നില്ല. ഞങ്ങളെല്ലാവരും ഓടി കുന്നിൻ്റെ മുകളിലേക്ക് കയറി. ഉള്ള ആൾക്കാരെയും കൊണ്ട് പെറുക്കി. എവിടേക്കാണ് പൊട്ട് വരുന്നതെന്ന് ഒരു നിശ്ചയവും ഇല്ല ആർക്കും.